നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. ആര്യമ്പാവ് കൊമ്പംവളവിൽ ടാങ്കർ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യമ്പാവ് കൊമ്പംവളവിൽ ടാങ്കർ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിച്ച അപകടമുണ്ടായി. അപകടത്തിൽ കച്ചേരിപ്പടി സ്വദേശിയായ റിയാസിന് പരിക്കുപറ്റി. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വാഹനാപകടത്തിൽ കൊപ്പം സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. ദേശീയപാതയിൽ ആലുവ ബൈപ്പാസിലുണ്ടായ വാഹനാപകടത്തിൽ കൊപ്പം പുതുമന തുരുത്തിങ്കൽ വീട്ടിൽ അജിത്ത് മരിച്ചു. 23 വയസ്സായിരുന്നു. അജിത്ത് സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് അപകടം നടന്നത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച അവധി നൽകി. അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. വയനാട് ജില്ലയിൽ മാത്രമാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ വ്യാഴാഴ്ച വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും അവധി ബാധകമല്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മണ്ണാർക്കാട് നഗരസഭയിൽ തെരുവുനായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മുണ്ടോർശിയിൽ അജിൻ, തെന്നാരി കൃഷ്ണൻ എന്നിവർക്കാണ് കടിയേറ്റത്. അജിനെ ഇന്നലെ വൈകിട്ട് 5 മണിയോടെ വീടിന് സമീപത്ത് വെച്ചും കൃഷ്ണനെ ഇന്ന് രാവിലെ 7 മണിയോടെ ചായ കുടിക്കാനായി പോകുമ്പോൾ തെന്നാരെ റോഡിൽ വെച്ചുമാണ് നായ ആക്രമിച്ചത്. ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.